നിന്നെ ഒന്നും ഒറ്റ ചെക്കനും കെട്ടത്തില്ലടി. ഇനി അഥവാ ആരെങ്കിലും കെട്ടിയാലും നിന്നെ ഒന്നും അവൻ കൈകളിൽ കോരിയെടുക്കോ പുന്നാരിക്കോ ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് തടിച്ചയല്ലേ നീ. നിന്നെയൊക്കെ എങ്ങനെ എടുക്കാനാ ചെക്കന്മാര്? നടു ഒടിയില്ലേ അവന്മാരുടെ. കൂട്ടുകാർ ചേർന്നിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അല്പം തടിച്ചുരുണ്ട് ശരീരമുള്ള മീരയെ കളിയാക്കി ശ്രീതു പറഞ്ഞതും അത് ഏറ്റുപിടിച്ച് ചിരിച്ചു കൂടെയുള്ള കുട്ടികളും. നീ എന്നെ കണ്ടോ? എന്റെ ശരീരം കണ്ടോ? ഇതുപോലെയാണ് പെൺകുട്ടികളുടെ ശരീരം വേണ്ടത്. ഇത്ര തടിയേ പാടുള്ളൂ ഗേൾസിന്. കഴിഞ്ഞ ദിവസം നമ്മുടെ സീനിയർ അഭിഷേക് ചേട്ടൻ വന്നെന്നെ പ്രപ്പോസ് ചെയ്തപ്പോ പറഞ്ഞത് നീയും കേട്ടില്ലേ? എന്നെ പോലെ മെലിഞ്ഞ് ഫിഗറായ ഒരു പെൺകുട്ടി ഭാര്യയായി വേണമെന്നാണ് അവന്റെ സ്വപ്നം. ആ പെൺകുട്ടി ഞാനാവുമോ എന്ന്. ഹോ, അത്രയ്ക്കും ഹോട്ടായ അഭിഷേകിന്റെ ഒക്കെ നോട്ടം കിട്ടാൻ തന്നെ വേണം ഭാഗ്യം. അപ്പോഴാണ് പ്രപ്പോസ്. എനിക്കെന്തൊരു ഭാഗ്യമാണല്ലേ. നിർത്താൻ ഒരുക്കമില്ലാതെ ശ്രീതു വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നതും അവർക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ പുറത്തേക്ക് നടന്നു മീര. നീ എന്തിനാ ശ്രീതു എപ്പോഴും എന്തിനും ഇങ്ങനെ മീരയെ കളിയാക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നിന്റെ വല്യമ്മയുടെ മോളല്ലേ അവള്. ഓരോ വീട്ടിൽ നിന്ന് ഒരുമിച്ച് വരുന്നവരല്ലേ നിങ്ങൾ. മീര തങ്ങൾക്കരികിൽ നിന്ന് എഴുന്നേറ്റതും ശ്രീതുവിന്റെ സംസാരം ഇഷ്ടപ്പെടാത്ത നേഹ അവളെ ശാസിച്ചതും അവളെ നോക്കി പേടിപ്പിച്ചു ശ്രീതു. നീ എന്നെ നോക്കിയൊന്നും പേടിപ്പിക്കണ്ട. നീ ഈ പറയും പോലെ ഒന്നുമല്ല മീര. അവൾക്ക് അത്ര വലിയ തടിയൊന്നുമില്ല. പാകത്തിന് തടിയുള്ള നല്ല സുന്ദരി കുട്ടിയല്ലേ അവൾ. ആ വട്ടമുഖവും ഉണ്ട കണ്ണും നീണ്ട മുടിയെല്ലാം നമ്മുടെ പഴയ നടി മോനിഷയെ പോലെയാണ്. അതിലുമേറെ ഭംഗിയുണ്ട് മീര എന്ന് വേണമെങ്കിലും പറയാം. ഒന്നുമല്ലെങ്കിലും ഈ കോളേജിൽ വേറെ ആർക്കുണ്ട് ശ്രീതു അത്രയും നീളവും കട്ടിയുള്ള മുടി അവൾക്കല്ലാതെ? പുറത്തേക്ക് നടക്കുന്ന മീരയെ വടിപൊത്ത പിന്നാമ്പുറ അഴകിൽ വിടർന്ന് കവിഞ്ഞു കിടക്കുന്ന മുടിയിഴകളിലേക്ക് കൊതിയോടെ നോക്കി നേഹ പറഞ്ഞതും അതിഷ്ടപ്പെടാത്ത വിധം രൂക്ഷമായി നേഹയെ നോക്കി അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റു മാറി പുറത്തേക്ക് നടന്നു ശ്രീതു. ഹോ, ഇത്രയും അസൂയ പിടിച്ച ഒന്നീ ഭൂമിയിൽ വേറെ കാണില്ല. ശ്രീതു എഴുന്നേറ്റ് പോയതും ആശ്വാസം പൂണ്ട കൂട്ടുകാരികൾ നേഹയ്ക്ക് നേരെ തിരിഞ്ഞു വേഗത്തിൽ. നിനക്കെന്തിന്റെ കേടായിരുന്നടി നേഹേ മീരയെപ്പറ്റി ശ്രീതുവിനോട് അങ്ങനെയെല്ലാം പറയാഞ്ഞിട്ട്? ഇനി അതിനുള്ള ദേഷ്യമല്ല ആ പാവം മീരയോട് വീട്ടിൽ ചെന്നിട്ടാവും ശ്രീതു തീർക്കുക. കൂട്ടിന് അവളുടെ അമ്മയും കാണും. തള്ളയ്ക്കും മോക്കും ഒരേ മനസ്സാണ് ആ പാവത്തിനെയും അതിൻ്റെ അമ്മയും ഉപദ്രവിക്കാൻ. അതറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ മീരയെപ്പറ്റി ശ്രീതു പറയുമ്പോഴെല്ലാം അവളെ സന്തോഷിപ്പിച്ച് ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഈ പിശാചിന് അതിനോടുള്ള ദേഷ്യം കുറയല്ലോ. ഈ ഡിഗ്രി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ വല്ലയിടത്തും ജോലി കിട്ടി ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് അവളുടെ ചിന്ത പോലും. അതിനാണെങ്കിൽ ഇനിയുണ്ട് 2-3 മാസം. കൂട്ടത്തിലൊരുവൾ നേഹയോട് തുറന്നു പറഞ്ഞതും മീരയെ ഓർത്ത സങ്കടം പൊടിഞ്ഞെല്ലാവരുടെയും ഉള്ളിൽ. ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടമായ മീരയും അമ്മയും അമ്മ വീട്ടിലാണ് താമസിക്കുന്നത്. വീതപ്രകാരം വീട് ശ്രീതുവിന്റെ അമ്മയ്ക്കാണ്. അതിന്റെ അഹങ്കാരത്തിൽ പലപ്പോഴും ഒരു വേലക്കാരിയോട് എന്ന പോലെയാണ് മീരയോടും അമ്മയോടും ശ്രീതുവിന്റെയും അമ്മയുടെയും പെരുമാറ്റം. ഒരു ചോരയല്ലേ രണ്ടാളും എന്ന ചിന്തയൊന്നുമില്ല അവർക്കുള്ളിൽ. ദേ നമ്മുടെ മനസ്സാറ് മീരയെ പുഷ്പം പോലെ നെഞ്ചിലെടുത്തുകൊണ്ട് സിക്റൂമിലേക്ക് പോകുന്നുണ്ട്. നേഹ ചിന്തയിൽ മുഴുകിപ്പോയതും ഓടിക്കയറി ക്ലാസ്സിലേക്ക് വന്നൊരുത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞതും ഞെട്ടി അവിടെ ഇരുന്നവർ വേഗത്തിൽ എല്ലാവരും പുറത്തേക്കിറങ്ങിയതും കണ്ടു മനുസാറിനും മീരയ്ക്കും അടുത്തായി നിൽക്കുന്ന ശ്രീതുവിനെ. ശ്രീതു ഉൾപ്പെടെ ആ കോളേജിലെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും ക്രഷാണ് മനുസാറ്. അവരുടെ ഇംഗ്ലീഷ് ട്യൂട്ടറും മനുസാറാണ്. ഞങ്ങൾ എത്ര പറഞ്ഞാലും ഇവൾ കേൾക്കില്ല സാർ. തടി അധികമാണെന്ന് പറഞ്ഞ് എപ്പോഴും രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുവൾ. അതാണൊന്ന് വെയിൽ തട്ടിയപ്പോഴേക്കും ഗ്രൗണ്ടിൽ തല ചുറ്റി വീണത്. മീര ഗ്രൗണ്ടിൽ തല കറങ്ങി വീഴാനുണ്ടായ കാരണം മനുസാറിനോടും ചുറ്റും കൂടിയവരോടും വലിയ കാര്യത്തിൽ ശ്രീതു വിവരിച്ചതും മനുസാർ ഉൾപ്പെടെ അവിടെ നിന്നവരെല്ലാം ഡയറ്റിംഗ് നടത്തുന്നതിന് മീരയെ കുറ്റപ്പെടുത്തി ചീത്ത പറഞ്ഞു. സാറേ, അവള് ഭക്ഷണം കഴിക്കാത്തത് അവൾക്ക് തടി കൂടുമെന്ന് കരുതിയിട്ടൊന്നും അല്ല. കഴിക്കാൻ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ്. പലപ്പോഴും അവൾക്ക് കഴിക്കാൻ ഭക്ഷണം നൽകാറില്ല ശ്രീതു. എല്ലാവരും കാര്യമറിയാതെ അവളെ ചീത്ത പറയും പോലെ സാറും പറയാതെ. ഒന്നുമില്ലെങ്കിലും സാറിന് പ്രിയപ്പെട്ട ശിഷ്യയായതുകൊണ്ട് മാത്രം കാരണമില്ലാതെ ശ്രീതുവിന്റെ കയ്യിൽ നിന്ന് അടിയും വഴക്കും യഥേഷ്ടം വാങ്ങുന്നവളല്ലേ അവൾ. മനുസാറിനടുത്ത് വന്നു നിന്ന് നേഹ പറഞ്ഞതും അവളെ പകച്ചു നോക്കി മനു. കോളേജ് വിട്ട് വൈകുന്നേരം മീരയും ശ്രീതുവും ഒന്നിച്ചാണ് വീട്ടിലെത്തിയതെങ്കിലും വരും വഴിയൊന്നും ശ്രീതു മീരയോട് സംസാരിച്ചതേയില്ല. ശ്രീതുവിന്റെ കല്ലിച്ച മുഖഭാവം പക്ഷേ മീരയിൽ ഭയമേറ്റിയിരുന്നു വല്ലാതെ. ഇങ്ങനെ വീട്ടിലെത്തുന്ന ദിവസങ്ങളിൽ ശ്രീതു അവളുടെ അമ്മയുമായി ചേർന്ന് മീരയെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ശ്രീതു രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാത്തത് നീ തരാഞ്ഞിട്ടാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, സത്യമാടി. മീര അവളെ ഭയന്ന് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ശ്രീതുവിന്റെ ഭാഗത്തു നിന്നൊരനക്കം പോലും വന്നില്ല മീരയിലേക്ക്. എന്നാൽ വീടിനകത്തേക്ക് കയറിയതും മീരയുടെ നീണ്ട മുടിയിഴകളിൽ കൈ ചുറ്റി ബാഗിൽ നിന്ന് കത്രിക വലിച്ചെടുത്തിരുന്നു ശ്രീതു. എത്രയെല്ലാം ദിവസം പട്ടിണി കിട്ടാലും നിന്റെ ഈ ഭംഗിയും തടിയൊന്നും ഒരിക്കലും നശിച്ചു പോവില്ലടി. നിന്റെ സൗന്ദര്യം
അത് നിന്റെ ഈ മുടിയാണ് ഇന്നെനിക്ക് മനസ്സിലായടിയത്. എൻ്റെ മനസ്സാർ വരെ നിന്റെ ഈ മുടിയുടെയും നിന്റെ ആരാധകനാണ്. എനിക്കിന്നാണത് മനസ്സിലായത്. അത് ഞാൻ ഇപ്പം തീർത്തു തരാം. കയ്യിലെ കത്രിക ശ്രീതു മീരയുടെ മുടിയിലേക്ക് ചേർത്ത് വെച്ചലറിയതും ബഹളം കേട്ട് രണ്ടാളുടെയും അമ്മമാർ വീടിന് പുറത്തെത്തി. ഭയന്നു മീരയുടെ അമ്മ കൺമുന്നിലെ കാഴ്ചയിലെങ്കിൽ ശ്രീതുവിന്റെ അമ്മയിൽ ചിരിയാണ്. ഇവളെന്റെ മനസ്സാറിനെ ഇന്ന് വളയ്ക്കാൻ നോക്കിയമ്മേ, അതും ഈ മുടി വെച്ച്. ഇവളൊന്ന് തല കറങ്ങി വീണപ്പോൾ ടെൻഷൻ മുഴുവൻ അയാൾക്ക്. അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് അയാളെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ അയാളുടെ നോട്ടം എപ്പോഴും ഇവളെയല്ലേ. എനിക്ക് അന്നേ സംശയം വന്നതാ, അതിന്ന് മാറി. ശ്രീതു വിളിച്ചു പറയുന്നത് ആ പേടിക്കിടയിലും കേട്ട് മീരയെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കാൻ അവൾക്ക് പറ്റും മുമ്പ് വീണ്ടും മീരയുടെ മുടിയിൽ പിടുത്തപ്പെട്ടിരുന്നു ശ്രീതു. വേണ്ട മോളെ, ചെയ്യല്ലേ എൻ്റെ കുഞ്ഞ്, അയ്യോ. കരഞ്ഞുകൊണ്ട് അവർക്കിടയിലേക്ക് മീരയുടെ അമ്മ കയറിയതും ശ്രീതുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കുതറിയോടിയ മീര വാതിക്കൽ നിൽക്കുന്ന ആരെയോ തട്ടിത്തടഞ്ഞ് വീഴാൻ പോയി. നിലം തൊടും മുമ്പ് തന്നെ ആരോ താങ്ങിപ്പിടിക്കുന്നതറിഞ്ഞ് ഞെട്ടി മുഖമുയർത്തി മീര. തന്നെ പിടിച്ചിരിക്കുന്നത് മനുസാറാണെന്ന് കണ്ടതും ഞെട്ടലോടെ ആ കയ്യിൽ നിന്ന് പിടഞ്ഞു മാറി. മീരയ്ക്ക് പിന്നാലെ പുറത്തേക്ക് കുതിക്കാൻ ഒരുങ്ങി ഓടി വന്ന ശ്രീതുവും കൺമുന്നിലെ കാഴ്ചയിൽ ആകെ പതറിയിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണ് ശ്രീതു, ഞാൻ മീരയെ ശ്രദ്ധിക്കാറുണ്ട്. അത് പക്ഷെ തുടങ്ങിയത് ഇപ്പോഴല്ല. ആ കോളേജിൽ മീര എത്തിയതു മുതൽ എൻ്റെ കണ്ണുകൾ ഇവളിലാണ്. ഇവൾ എൻ്റെയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടും വർഷങ്ങളായി. പഠനം തീരാൻ കാത്തു നിന്നതാണ് ഞാൻ. ഇവക്കിവിടെ ഇത്രയും പ്രശ്നങ്ങളുള്ളത് പക്ഷെ ഞാൻ അറിയാൻ വൈകി. അറിഞ്ഞതൊന്നും തെറ്റായിരുന്നില്ലെന്നും ഇവിടെ വന്ന് കണ്ടു ബോധ്യപ്പെട്ടു. നീ ഇതൊക്കെ ഇത്രയും വൃത്തികെട്ട ഒരുവളായിരുന്നോടി. ഛേ. തല കുടഞ്ഞു മനു. അവന്റെ തുറന്നു പറച്ചിൽ ആകെ വല്ലാതായി നാണം കെട്ടു ശ്രീതുവും. ബഹളങ്ങൾക്കിടയിൽ മനു അവിടെ വന്നതൊന്നും അറിയാൻ പറ്റാതെ പോയതിൽ സ്വയം കുറ്റപ്പെടുത്തി ശ്രീതു നിൽക്കുമ്പോൾ തന്റെ പെണ്ണിനും അവളുടെ അമ്മയ്ക്കും ആ വീട്ടിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്ന തിരക്കിലാണ് മനു. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ മീര തന്നോട് ചേർത്ത് പിടിച്ച് ശ്രീതുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നു മനു. എന്റെ പെണ്ണാണ് ഈ മനുവിന്റെ പെണ്ണ്. നിന്റെ ഒരു നോട്ടമിനി ഇവളിൽ വീണാൽ. ചൂണ്ടുവിരൽ അവളുടെ മുഖത്തിനു നേരെ ചൂണ്ടിയവൻ പറഞ്ഞതും പേടിച്ചു പുറകോട്ട് മാറി ശ്രീതു. ശ്രീതുവിന്റെ അമ്മയ്ക്കെന്ന പോലെ മീരയുടെ അമ്മയ്ക്കും ആ വീട്ടിൽ തുല്യ അവകാശമുണ്ടെന്ന തെളിവ് മനു അവർക്ക് കാണിച്ചു കൊടുത്തതിൽ പിന്നെ ഒതുങ്ങിയാണ് അവരുടെ നിൽപ്പ്. ആ വീട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് മനു യാത്ര പറഞ്ഞു പോകുമ്പോൾ മനസ്സുകൊണ്ട് മനുവിന്റെ പെണ്ണായിരുന്നു മീര. ഇനി അവർ പ്രണയിക്കും, നല്ല അന്തസ്സായി പ്രണയിക്കും. അതും ശ്രീതുവിന്റെ മുന്നിൽ വെച്ച്. അത് കണ്ട് ആസ്വദിക്കാം നമുക്കിനി സന്തോഷത്തോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.